സമാധാനമായല്ല. എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകള് വാടക തന്നില്ല, ഇതുപോലെ ഒരെണ്ണം ദിവസവും കിട്ടിയാ മതിയാ. എന്റെ ഈശോയെ, ഇതാരാണ് മുതലാളി? എപ്പോ ആകലേക്ക് ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണവരാരും വാടക എനിക്കറിയണ്ട. എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, 1 കൊല്ലത്തെ. സത്യമാണല്ലോ. സത്യമാണ്. എല്ലാം ലാഡ്ജ് പൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങാട്ടെത്തിക്കാം. വേണ്ട, ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്ക് വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ അങ്ങ് ഇരുത്തണ്ട. ഇരിച്ചെടുത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല ഇവിടെ തന്നെ. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉള്ളതാ. ഇനി വന്നേ. ഒരു കേസ് എവിടെ നോക്ക്. വകുപ്പാണെന്നാ തോന്നുന്നു. ആണോ? കണ്ടാൽ അറിഞ്ഞൂടെ? ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടി ലൈനാ. ഒന്ന് മുട്ടി നോക്കിയാലോ? വാ. ഇവിടെ ആരും ഇല്ലേ? ഈ ലോഡ്ജിന്റെ ആളിവിടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലല്ലോ. ആരാ? ഇതിനിവിടുത്തെ ഒരു മാനേജരാ. ഞാനതൊക്കെ നോക്കിയിരുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ചേ ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ 4-ാം നമ്പർ മുറി തുറന്നിട്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേലോട്ട് പോയിക്കോ. മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച് എന്തോന്ന്? അല്ല, മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ, ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ. ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. എല്ലാ മുറിയും പോട്ട് താക്കോലിങ് എടുക്ക. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. വാടക തരാതെ ലോഡ്ജ് എടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയ്യെങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. പിന്നാരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്നെന്ന് പറഞ്ഞതാ. അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുമില്ലെന്ന് പറയുന്ന മോശമല്ലേ നിർത്തി ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങള് വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല, ചാക്കുണ്ണി. ഏത് ഉണ്ണിയായാലും അയാൾ എവിടെ പോയി? തുണി എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇവനാണ് ചേച്ചിയായിരുന്നു. ചെറുക്ക മോളി പോയി മുറിയെല്ലാം മുട്ടി താക്കോലിങ് കൊണ്ടുവാ. ചായ വേണ്ട. ദ്വാശ വായിൽ മുറുക്കാൻ കിടക്കുന്നല്ലേ. കൊണ്ടുപോയി റൂമിൽ വേടേ. മുതലാളിയുടെ മോളാണല്ലേ? എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്? എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? എല്ലാം പൂട്ടിയോടാ. പൂട്ടി. പോയിക്കോ. അയ്യോ, കൊള്ളാമല്ലോടെ. തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയനല്ലേ. കേറിയനെ. ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന് ചാക്കുണ്ണിയുടെ കത്തിക്കല് തീർന്ന മട്ട വരുന്നുണ്ടോ? വന്നല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണ കണ്ടല്ല. നിങ്ങൾ വല്ലത് ഒപ്പിച്ചാ? ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലത് ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. ആണോ? അല്ല, പെണ്ണ്. മുറിയെല്ലാം പൊട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ചെല്ലേ. ഇത് എത്രാമത്തെ പ്രാവശ്യമാടാ നീ ആ കത്ത് വായിക്കുന്നു? അമ്മയുടെ കത്ത. ലളിതയ്ക്കൊരു കല്യാണാലോചന. അറിയാം, ഞാൻ കത്ത് വായിച്ചതല്ലേ. എല്ലാ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നതാ. മാസാമാസം ചെലവിനുള്ള രൂപ അയക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നീ പറഞ്ഞതാ ശരി. അനാഥനായിരിക്കുന്ന സുഖം. ആരോട് ഉത്തരം പറയണ്ടല്ലോ. എത്ര കഷ്ടപ്പെട്ട അമ്മ എന്നെ കോളേജിൽ അയച്ചത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. കോളേജ് പൊളിറ്റീസും കത്തിക്കുത്തും ചെയ്തവന്മാരും ജയിച്ചവന്മാരൊക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടു.
ഒന്നിനുമില്ലായിരുന്ന എന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ഡീബാർ ചെയ്യുകയും ചെയ്തു. പോരാത്തിന് ക്രിമിനൽ കേസ്. നിർത്തണ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര തവണ റീവൈൻഡ് ചെയ്ത വാചകങ്ങളായത്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ. ആ ഞാനൊന്ന് ബഹറിൽ എത്തട്ടടാ. പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ. നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടിക്കാടാ. വിവാഹ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിവാഹ സാരി. വിവാഹ സാരികൾക്ക് മഹത്തായ പേരാണ് R&B. R&B ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ. 75 വർഷത്തെ പാരമ്പര്യവുമായി R&B. R&B ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ. ചാക്കുണ്ണി, എടോ ചാക്കുണ്ണി. ദൈവന്നേ ഓണം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനത്തെ തുടർന്ന് യേശുദാസും പാടിയത്. എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? താനെ കുറ്റിച്ചൂലം കൊണ്ട് എന്നെ തല്ലാൻ വരിക? കേക്കണുണ്ട്. ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകായിരുന്നു. അയ്യോ, പാന്റും കോട്ടും ഇട്ടുകൊണ്ട് ആരെങ്കിലും ക്ലോസറ്റ് കഴിവടോ? അല്ല പിന്നെ മേത്ത് കയറിക്കില്ലേ? ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ, പിന്നെ തിരുമ്മി കൊടുത്താ മതിയല്ല. മാറ്റി പിടിക്കടോ. ആ 4 നമ്പർ മുറി താമസിക്കുന്നവരാ? ആര് താമസിക്കണ്? ഏയ്, ആ അത് അവരല്ലേ നമ്മുടെ സേതു റായി. ആ, അവര് 4 മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ കാണുന്നത്? അപ്പൊ തരാനുണ്ടാവും. അവര് പണ്ടേയുള്ള പാർട്ടീസ് ആണല്ല. അതുകൊണ്ട് വാടക തരണ്ടെന്നാണോ? ഏത് പാർട്ടി ആണേലും ശരി, 1 മാസത്തിൽ കൂടുതൽ വാടക പെൻഡിങ്ങിൽ വെക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് നമുക്കെങ്ങനെ പോലാവും? വാടക തരണം. അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. കോളാമ്പി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലവലാതിക്കൊക്കെ മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കോടോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്നൊരു ഫാമിലി ആണല്ല വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. താങ്ക് യു. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ അങ്ങ് കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? ടെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വമല്ല. ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. ആ, അല്ല എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓഹോ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. ആ, മാഡം വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? അതെ. ബ്രോക്കർ ചാർജ് നോ ആയിരിക്കും. നോ 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 നോ, ഓൺലി സെയിൽസ് മാർജിൻ അറ്റ് ഓൾ അല്ലേ? അതെ. ആ, എന്ത് മാർജിൻ ആയാലും കൊള്ളാം. ഒരാഴ്ചയ്ക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? നോട്ട് ചെയ്തേക്ക്. ഓക്കെ, കൊളവാക്കരുത്. ഒരൊറ്റ വീക്ക് നകം റെന്റ് കൊടുക്കണം. ഹലോ, മേനോ സാറോ? ഇത് എവിടുന്നാ? ഡൽഹിയിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ. ആ, എന്നിട്ട് ഇന്നലെ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ. ആ, ഇത്ര ബിസി ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിടോ ഫ്രാൻസിസിന്റെ കാര്യം? അയക്ക് പണം തരാൻ ഉദ്ദേശമൊന്നുമില്ലേ? അത് സാർ, അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല. ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ? ഹാ, അതൊന്നും എനിക്കറിയണ്ട. ഇനി അവധി പറയാനാ ഭാവമെങ്കില് ഫാക്ടറി മറ്റാരെങ്കിലും കൊടുക്കും. എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ. ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ. ആ, അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം. എന്താ പോരെ? ഒക്കെ ഞാൻ ഏറ്റുന്നേ. നിങ്ങൾ ചുമ്മാ ഇരിക്കുക. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സാർ. എന്താന്നറിയ, കക്ഷികളൊക്കെ വന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. ഇന്ന് ഏതാ ആദ്യത്തെ കേസ്? നമ്മുടെ ചാക്കോ മുതലാളിയുടേതാ, അതിർത്തി തർക്കം. സാക്ഷികളൊക്കെ വന്നോ? ഇല്ല, ഇപ്പൊ എത്തും. എന്തോന്നാടോ ഇത്? ഇനി എപ്പോ എത്തിയിട്ട് കേസ് പിടിപ്പിക്കാനാ? ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല. എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ. ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ. ടാക്സി വെയിറ്റ് ചെയ്യണേ. ഗുഡ് മോർണിംഗ് സാർ. സോറി, അല്പം ലേറ്റ് ആയി പോയി. ചന്ദ്രശേഖരൻ വക്കീലിന്റെ കേസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആറ്റിങ്ങല് പുള്ളിക്കാരൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റും. അതിന്റെ റിഹേഴ്സൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ. എന്താടോ ഇത്, റിഹേഴ്സൽ ചെയ്യാൻ നാടകോ? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സർ? മതി മതി വാചകം. എടോ നേരെ എന്തോ കോളേജ് ചെല്ലും പറയേണ്ടതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. വേഗം എത്തിയേക്കണം. ഓക്കെ സർ. അല്ല ഏട്ടാ, ഈ കേസിന്റെ ആളാരാ? എന്താ വല്ല ടാക്സി വിടണമായിരുന്നു. ആറ്റിങ്ങന്ന് വിളിച്ചാ അല്ലേ? ഡാ പുളു അടിക്കാതെ. ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്ന വണ്ടിയല്ലേ? എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തേഞ്ഞു വന്ന കേസൊന്നും അല്ലല്ലോ. പാതി തനിക്കും തന്നേക്കാം. എന്നാ ശരി. ആ. ഇതിലൊന്ന് വിശാലമായിട്ട് കോടതി ചെന്ന് ഇറങ്ങാമല്ലോ. നിങ്ങൾ കോടതിയിലേക്ക് വയ്ക്കോ. വയ്ക്കോ. അപ്പൊ ചേട്ടാ, കേസ് ആ. എന്താന്ന് വെച്ചാ പറ. ഇന്ന് വേറെ 2 കേസുള്ളതാ.
നമ്മുടെ ചാക്കോ മുതലാളിയില്ലേ? ഏത് ചാക്കോ മുതലാളി? നമ്മുടെ കൊപ്ര കച്ചവടക്കാരൻ ചാക്കോ മുതലാളി. എന്ത് പറ്റി? അങ്ങേർക്കൊന്നും പറ്റിയില്ല. അങ്ങേരുടെ തെക്കേ പറമ്പിന്റെ വടക്കേ മൂലയിലെ സർവേ കല്ലിന്റെ അങ്ങേ വശത്തുള്ള ശങ്കരൻ നമ്പൂരി ഒരു 5 സെന്റ് സ്ഥലം ചാക്കോ മുതലാളി ഒതുക്കിയെടുക്കേണ്ട പേര് നിർത്തുന്നുണ്ട് രാമായണ മഹാഭാരതം. ഇപ്പൊ ടി വി തന്നെ കഴിഞ്ഞിരിക്കുക. ഞാൻ വകുപ്പ് എന്താന്ന് വെച്ചാ പറ. അത് അതിർത്തി തർക്കമാകുമ്പോ IPC 441, 42, 45, 34, 37 ഇതിൽ ഏതാന്ന് വെച്ചാ പറ. അത് പിന്നെ അതിർത്തി തർക്കമാകുമ്പം IPC 441 അത് ഈസിയാ, ഞങ്ങൾ ഏറ്റു. പിന്നെ കൂട്ടി കയറുന്നതിന് മുമ്പ് കാശ് പോക്കറ്റ് വരണം, അല്ലെ കേസ് പറയും. ചാക്കോ മുതലാളി മിനിമം 3 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഏറ്റടോ. ഏറ്റെങ്കിൽ സമയം കളയാതെ വണ്ടി കയറി. ഫ്രാൻസിസേ, ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ലേബർ പ്രോബ്ലംസും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാമെന്ന് വെച്ചത്. മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാൻ തന്നത്. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സാർ, അത് പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങൾ ചെന്ന് പെട്ടതുകൊണ്ടാ. ഓക്കെ, ഇനിയും മാറ്റമില്ലാത്തൊരു ഡേറ്റ് നിങ്ങൾ തന്നെ പറയൂ. എന്താ പിള്ളേ? അതെ അതെ, അടുത്ത 15-നപ്പുറം പോകില്ല സാർ. ഉറപ്പാണല്ലോ സാർ. അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ പോവുകയെ നിവൃത്തിയുള്ളൂ. പിള്ള കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് ശരിയാക്കാം സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓട്ടോ 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 ഓട്ടോ. മാറ്റ്. രത്നമഹൽ, രത്നമഹൽ. 7 രൂപയാവും. 7 രൂപയോ? അങ്ങ് താജ്മഹലിൽ പോകാനല്ല, ദാണ്ട് ഇവിടെ രത്നമഹൽ. ഈ സാധനം എന്താ ഭംഗിക്ക് വെച്ചിരിക്കുക? അത് കേടാ. എന്താ നന്നാകാത്തെ? അതിപ്പോ നിങ്ങൾ അറിഞ്ഞു പറഞ്ഞില്ലേ, അവിടെ വരെ പോകാൻ 7 രൂപയാവും. അയ്യടാ, 3 രൂപ കൂടുതൽ 10 പൈസ തരത്തില്ല. വണ്ടി എടു. ഒരു ലോറിക്കുള്ള സാധനം കൊണ്ട് 3 രൂപയ്ക്ക് പോകാനേ വേറെ ആളിനെ നോക്കണം. ഒരു മൂന്നുണ്ടോ കൂട്ടിത്തവാങ്ക്? ചുമ്മാ വല്ല ഇവറ്റോളൊന്നും ഗുണം പിടിക്കാത്തത്. രാവിലെ തന്നെ ഓട്ടോക്കാരനായിട്ട് ഉടക്കും. അല്ലേ, ആ ലോഡ്ജ് വരെ പോകാൻ ഓട്ടോയുടെ വില അവൻ ചോദിക്കുന്നേ. അത് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെയാ. എന്നാ നടക്കാം. എന്റെ പെട്ടി ഇവിടെ വെച്ചിട്ട് പെട്ടി അയ്യോ സോറി കേട്ടോ. സാർ, ഇതൊന്നും എടുത്തോളാവോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അല്ല, രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക? പോസ്റ്റ് ഓഫീസ് വരെ. ആഹാ, അപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലേ? കുറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും. അതാണ് എന്റെ സമ്പാദ്യം. ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് അയക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധരിച്ചിരിക്കുന്നു. ഞാനെന്തിനാ അതെല്ലാം പറഞ്ഞ് രത്നയെ വെറുതെ ബോറടിപ്പിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ? അത്രയും സമാധാനം കിട്ടുമല്ലോ. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു, പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗ്യാസ് മാത്യു ഹിയർ. അയ്യടാ, കമാല വന്നു. എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ, അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ, എങ്ങോട്ട് പോകാനാടാവേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. TVയോ VCRോ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന് 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ, ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ. ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC താകുമ്പോ കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാന്. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ, ഈ കാര്യത്തിലേക്ക്
അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും. അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ.